ബാലൻഡിയോർ പുരസ്കാരം 2025 ബാലൻഡിയോർ ഡംബൽ അടിച്ചു. 2026 ആരടിക്കും എന്ന് നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഈ 2026 ബാലൻഡിയോറിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1 മുതൽ, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 മുതൽ ഈ വർഷം ജൂലൈ 31 വരെയാണ്. ഈ ഒരു പീരീഡിൽ അവരുടെ സ്റ്റാറ്റ്സ് ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് goal.com ഒരു റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ, 2-ാം സ്ഥാനത്ത് ലാമിൻ യമാൽ, 3-ാം സ്ഥാനത്ത് ലയണൽ മെസ്സി. മെസ്സി എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് MLS വോൺ ചെയ്തു. അതുപോലെ തന്നെ 44 ഗോളുകൾ, 30 അസിസ്റ്റുകൾ, 74 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അതുപോലെ തന്നെ അർജന്റീനയെ ഫൈനലിൽ എത്തിക്കാൻ വേണ്ടി വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. നോ ഡൗട്ട് മെസ്സി നമുക്ക് കണ്ട് മാറ്റി നിർത്താം. മെസ്സി ഒരിക്കലും ബാലൻഡിയോർ നേടാൻ പോകുന്നില്ല. ഇനിയുള്ളത് ലാമിൻ യമാലും അതുപോലെ തന്നെ ഹാരി കെയ്ൻ. ഇവർ തമ്മിൽ തന്നെയാണ് മത്സരം. ഹാരി കെയ്ന്റെയും യമാലിന്റെയും സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നോക്കിയിട്ട് നമുക്ക് പറയാം ആരടിക്കും എന്നുള്ളത്. യമാലിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ 26 ഗോളുകളും 11 അസിസ്റ്റും. യമാലിന്റെ കയ്യിൽ വേൾഡ് കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലാലിഗയുണ്ട്, സൂപ്പർ കോപ്പയുണ്ട്. വേൾഡ് കപ്പിൽ സ്പെയിൻ അടിക്കാൻ ഏറ്റവും ഇൻവോൾവ്മെന്റ് ആയ ഒരു പ്ലെയർ യമാലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല എന്നുള്ളത്. ഒരു ടീം വർക്കായിരുന്നു സ്പെയിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. അതിൽ തന്നെ മികച്ചൊരു പ്ലെയറായി റോഡ്രി തന്നെയാണ് പുരസ്കാരം വാങ്ങിയത്. സോ യമാലിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എല്ലാ കളിയിലും ഉണ്ട്, നല്ല പെർഫോമൻസ് കാണിച്ചിരുന്നു, സൗദിക്കെതിരെ ഒരു ഗോൾ നേടി. പക്ഷേ സ്പെയിന്റെ അത്രയും ഇൻവോൾവ്മെന്റ് ആ ഒരു വേൾഡ് കപ്പിന് യമാൽ കൊടുത്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ മാൻ ഷോ ഒക്കെ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ പറ്റുള്ളൂ. ലാലിഗയിലേക്ക് വരുമ്പോൾ 16 ഗോളും 11 അസിസ്റ്റുകളും. ബാസന്റെ ഏറ്റവും ടോപ്പ് സ്കോറായി നിൽക്കുന്നത് യമാൽ തന്നെയാണ്. ബാസന്റെ അസിസ്റ്റിൽ ടോപ്പ് സ്കോറായി നിൽക്കുന്നത് യമാൽ തന്നെയാണ്. സോ ലാലിഗയിൽ ഒരുപാട് ഇൻവോൾവ്മെന്റ് യമാലിനുണ്ട്. സൂപ്പർ കോപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യമാൽ ഗോളൊന്നും അടിച്ചിട്ടില്ല, അതിൽ ഇൻവോൾവ്മെന്റുകൾ കുറവാണ്. സോ ഇതാണ് യമാലിന്റെ ഒരു സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഹാരി കെയ്നിലേക്ക് നോക്കുകയാണെങ്കിൽ 3 കപ്പുകളുണ്ട്. ഒന്ന് ബുണ്ടസ്ലിഗ, DFB പോക്കലുണ്ട്, DFL സൂപ്പർ കപ്പ് ഉണ്ട്. ഈ ബുണ്ടസ്ലിഗ നോക്കുകയാണെങ്കിൽ 36 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഇൻവോൾവ്മെന്റ് വലുതല്ലേ, പീക്ക് ലെവലാണ്. അതുപോലെ തന്നെ DFB പോക്കൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ടൂർണമെന്റിൽ 10 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഫൈനലിൽ ഹാട്രിക് വരെ ഹാരി കെയ്ൻ അടിച്ചിട്ടുണ്ട്. ഇൻവോൾവ്മെന്റ് ഉണ്ട്, നോ വേർഡ്സ്. അതുപോലെ തന്നെ DFL സൂപ്പർ കപ്പ് നോക്കുകയാണെങ്കിലും അതിലും ഹാരി കെയ്ൻ 18-ാം മിനിറ്റിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. 3 കപ്പിലും ഹാരി കെയ്ന്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഹാരി കെയ്ൻ കൊടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് വലുതാണ് അതടിക്കാൻ വേണ്ടിയിട്ട്. ഹാരി കെയ്ൻ തന്നെ ബയൺ മ്യൂണിച്ചിന് അടിച്ചു കൊടുത്ത കപ്പുകളാണെന്നും നമുക്ക് പറയാം. 73 ഗോളുകളും 8 അസിസ്റ്റും നേടി 81 ഗോൾ കോൺട്രിബ്യൂഷനിലാണ് ഹാരി കെയ്ൻ നിൽക്കുന്നത്. യമാലും ഹാരി കെയ്നും തമ്മിലുള്ള സ്റ്റാറ്റ്സ് വളരെ ഡിഫറൻ്റ് ആണ്, ഒരു പീക്ക് ലെവൽ ഡിഫറൻ്റ് ഉണ്ട്. ഈ ഒരു സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയിട്ട്, ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബാലൻഡിയർ അടിക്കാൻ കൂടുതൽ സാധ്യത ഹാരി കെയ്ൻ തന്നെയാണ്. ഹാരി കെയ്ന് തന്നെ ഡിസേർവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനി കുറച്ച് സമയമുള്ളൂ. ഈ ഒരു പീരീഡിൽ അത്രമാത്രം വലിയ പെർഫോമൻസ് ഒന്നും കാണാനില്ല. സോ ഈ ഒരു ബാലൻഡിയർ ഹാരി കെയ്ൻ ആയിരിക്കും നേടാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ബൈ.